നമസ്കാരം, ഞാൻ ബിജു ഷോർലു, പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു കറണ്ട് ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. കറണ്ട് ട്രെൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ആയാലും ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് കയറിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസത്തെ ഒരു മാർക്കറ്റിലായാലും നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട സപ്പോർട്ട് 25,000 സപ്പോർട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. 25,000 താഴെയാണ് നിഫ്റ്റിയിൽ ഇനി മാർക്കറ്റിലൊരു പ്രഷർ വരുന്നത് 25,000 താഴെ ക്ലോസ് ചെയ്താൽ. പക്ഷെ നാളത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നാളത്തെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റത്തിന് ഒരു സാധ്യതയുള്ള ഒരു മാർക്കറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ ഫ്രൈഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് മുതൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് കിട്ടും. അപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസത്തിൽ ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ഫ്ലക്ച്വേഷൻ മാർക്കറ്റിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമുക്ക് സംഭവിച്ചു നോക്കാം. ചെറിയൊരു ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിൻ്റെ ഒരു മുകളിലാണ് ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹാമർ ക്യാൻഡിൽ സപ്പോർട്ടിൻ്റെ ഒരു മുകളിൽ. നമുക്കറിയാം, നമ്മൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് നമ്മളിത് പറഞ്ഞിരുന്നു. ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ ഒരു താഴെ നിലനിർത്തിയാൽ മാത്രമാണ് ഷോർട്ട്സ് അല്ലെ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നമുക്ക് 24,980 താഴത്തേക്ക് നിലനിർത്തിയാലാണ് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയിലായാലും ഓപ്പണിംഗ് സെന്റിമെന്റിൽ ഒരു ബൈലായിരുന്നു. അതിനുശേഷം ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. മാർക്കറ്റ് മൊമെന്റം കുറവായിരുന്നു. അവസാനത്തെ ഒരു സെക്ഷൻ വരെ ട്രെൻഡിൽ നിലനിൽക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് കണ്ടിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചായിരുന്നു. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെ മാത്രമാണ് ആ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. സപ്പോർട്ടിൻ്റെ ഒരു മുകളിലായിരുന്നു നിഫ്റ്റിന്ന് നിലനിർത്തിയിരുന്നത്. അതുപോലെ തന്നെ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലും നാളത്തെ മാർക്കറ്റിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഇൻട്രാഡേയിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട്, ഇമീഡിയറ്റ് ആയിട്ട് പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തേണ്ട സപ്പോർട്ട് 25,220 25,200. ഇപ്പൊ നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു താഴെ ഓപ്പൺ ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ ഒരു ലെവൽ തന്നെയാണ് 25,220 25,265. ഈ രണ്ട് റേഞ്ചിലാണെങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 25,265 മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബൈയുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, പിന്നെ റെസിസ്റ്റൻസ് 300 മുകളിലാണ്. 25,320 ആണ്. 25,320 മുകളിൽ സ്ട്രോങ് ആണ്. മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് കുറച്ച് മുകളിലാണ്. നല്ല റെസിസ്റ്റൻസ് കുറച്ച് മുകളിലാണ്. 25,445 വരെയുള്ളൊരു ബൗൺസിന് മാർക്കറ്റിൽ ഒരു സാധ്യതയുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് വരെയാണ് നമുക്ക് ആ ഒരു മൊമെന്റം കാണുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 25,020 ഒരു താഴെയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു റേഞ്ചിലാണെങ്കിൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഫാൾ വരുമ്പോൾ മാത്രം റൈറ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഏതാണ് നല്ല സപ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം. ഇരുപത്തി താഴെ സപ്പോർട്ട് കാണുന്നത് 25,200 തൊട്ട് താഴെയാണ്. 25,195 സപ്പോർട്ട് എടുത്താൽ മതി. ഇൻ കേസ് 25,195 ഹോൾഡ് ചെയ്തുകൊണ്ട് 25,200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റിയിലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സപ്പോർട്ട് ലെവലൊക്കെ
എത്തുന്ന ഒരു സമയത്ത് ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു സപ്പോർട്ട് വരുന്നത് 27,170 സപ്പോർട്ട് ഒരു താഴെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലോവർ ലെവൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ആ ഒരു ബൗൺസ് വരുന്നത്. 27,170 ഹോൾഡ് ചെയ്തുകൊണ്ട് 195 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ സ്ട്രെങ്ത് കിട്ടും. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിന്റെ റെസിസ്റ്റൻസിന്റെ ഇടയിലാണെങ്കിൽ. അടുത്ത സപ്പോർട്ട് 27,170 താഴെ അടുത്ത സപ്പോർട്ട് 27,135 135 സ്ട്രോങ് സപ്പോർട്ടാണ്. 27,135 നാളത്തെ ഒരു സിറ്റുവേഷനിൽ നാളത്തെ മാർക്കറ്റിൽ ഹെവി ഫ്ലക്ച്വേഷന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലോവർ ലെവൽ സപ്പോർട്ടിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 27,115 135 നല്ല ഭയങ്കര സപ്പോർട്ടുകൾ ഈ ഒരു ലെവലാണ് വരുന്നത്. 27,115 ഹോൾഡ് ചെയ്തുകൊണ്ട് 135 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ ലോവർ ലെവൽ ഈ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. അതിനുശേഷം ലോവർ ലെവല് നല്ല സപ്പോർട്ട് 27,080 ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗ്രാഫിലൊന്ന് ഈ ഒരു സപ്പോർട്ട് ലെവലുകളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ അതൊരു റേഞ്ച് ആണ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് ആണ്. ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഒരു 10-30 പോയിന്റിന്റെ ഇടയിൽ റേഞ്ച് തരുമ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ 27,220 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വരും. അതുപോലെ തന്നെ 27,330 ഒരു റേഞ്ച് ആണ്. 220 230 ഹോൾഡ് ചെയ്ത് 230 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസിന് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ലെവലിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 220 താഴെ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. 27,265 അടുത്ത റെസിസ്റ്റൻസ് 65 ബ്രേക്ക് ചെയ്താൽ 320. ഇതേ രീതിയിൽ കൃത്യമായിട്ട് മാർക്കറ്റിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസങ്ങളിൽ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്